അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളൊരു പൊരിച്ച ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1/4 കപ്പ് പഞ്ചസാര, കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, ഈത്തപ്പഴം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും പിസ്തയും കൂടി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് പാൽ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാലൊന്ന് തിളപ്പിക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഈ നട്സൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ഫില്ലാക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലൊരു ഗ്ലാസ് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ നമുക്ക് ആ റൗണ്ട് ഷേപ്പിലുള്ള ബ്രെഡ് പീസ് നമുക്കിത് കിട്ടും. ഞാൻ എല്ലാ ബ്രെഡും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രെഡ് പീസ് എടുത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ ഈത്തപ്പഴ ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഷുഗർ പാനി എടുത്തിട്ട് അതിൻ്റെ 4 ഭാഗത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ബ്രെഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടായ നെയ്യിലേക്ക് ഓരോ ബ്രെഡ് ഫില്ലിങ്സും വെച്ച് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ച പാലൊന്ന് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പൊരിച്ചു വെച്ച ബ്രെഡ് പീസുകൾ ഓരോന്നായിട്ട് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഈത്തപ്പഴവും കറുത്ത മുന്തിരിയൊക്കെ ഒന്ന് ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ച നട്ട്സും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.